ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ആലത്തെ ഇത്തയും മോളും എന്ന സ്റ്റോറീൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. എന്നിട്ട് ഈ തേർഡ് പാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ. ഉമ്മയോടെല്ലാം ഇത്ത പറഞ്ഞു കാണുമോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. എന്നെ കണ്ട ഉമ്മ ദേഷ്യത്തോടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സത്യം പറയടാ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മര്യാദക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഉപ്പയെ വിളിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത്തയെല്ലാം ഉമ്മയോട് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ദേഷ്യപ്പെടല്ലേ, ഞാൻ പറയാം. നീ എന്ത് പറയാനാ? ഇത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താടാ നിനക്ക് അവളുമായി ബന്ധം? ഇത് എന്ന് തുടങ്ങിയതാ? അതുമ്മ, എനിക്കവളെ പണ്ടേ അറിയായിരുന്നു. എനിക്കവളെ ഇഷ്ടമാ, അവൾക്ക് എന്നെയും. ഇന്നലെ ഞാൻ അറിയാതെ അവിടെ പെട്ടുപോയതാ. ഉമ്മേനെ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്നോട് ആരാടാ ഇന്നലെ രാത്രി അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? അതുമ്മ, ഞാൻ അവളെ ഒന്ന് കാണാൻ പോയതാ. ഓ, കാണാൻ? എന്നിട്ട് നീ കണ്ടോ അവളെ? അതല്ലാതെ വേറൊന്നും നടന്നില്ലേ? ഉമ്മ ഒരുമാതിരി സംശയത്തോടെ ചോദിച്ചു. ഇല്ലുമ്മ, ഞാൻ ചുമ്മാ അവളൊന്ന് കാണാൻ പോയതാ. ഉമ്മ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഇല്ലടാ, ഞാൻ ചിന്തിച്ചു കൂട്ടുന്നില്ല. അവൾ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊലിയാകെ ഉരിഞ്ഞുപോയി. മര്യാദക്ക് പറഞ്ഞോ, ഒരു രാത്രി മുഴുവൻ നീ അവളെ കണ്ടുകൊണ്ടിരുന്നാണോ? അതോ വല്ലത് നടന്നെങ്കിൽ പറഞ്ഞോ, നമുക്കതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഉമ്മ എന്നോട് പറഞ്ഞു. എന്തൊക്കെയോ ഉമ്മ ഈ പറയുന്നേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉമ്മ തോർത്ത് പേടിക്കണ്ട, ഞാൻ ഉമ്മയോട് പറഞ്ഞു. ആ, ഒരു രാത്രി മുഴുവൻ അവളുടെ കൂടെ കഴിഞ്ഞിട്ട് നീ എന്നെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. അവസാനം അവൾ വയറും വീർപ്പിച്ച് ഇങ്ങോട്ട് കയറി വരും. എൻ്റെ ഉമ്മ, നിങ്ങൾ ഞാൻ പറയുന്നെന്ന് കേൾക്ക്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷേ അതെല്ലാം വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താണ് നീ പറഞ്ഞത്? ഉമ്മ അതും പറഞ്ഞ് എന്നെ കുറേ കൂടി വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, അല്ലുമ്മ, എന്താ ഉമ്മയോട് പറഞ്ഞത്? നീ ഇന്നലെ രാത്രിയിൽ അവളുടെ കൂടെ ആയിരുന്നെന്നും അവൾ നിന്നെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും പൊക്കിയെന്നും അവൾ അവളുടെ കെട്ടിയവനോട് പറയുന്നുണ്ട്. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. വേറെന്ത് പറയാൻ, ഇതുവരെ അവൾ ആരെയും അറിയിച്ചിട്ടില്ലെന്നും അവളുടെ ആങ്ങളമാരെയൊക്കെ അറിയിക്കുമെന്നും പറഞ്ഞു. അയ്യോ, അപ്പോൾ ഉമ്മ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാൻ, ധൃതി പിടിക്കേണ്ടെന്നും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് അവളെ. അല്ലുമ്മ, ഉമ്മ എന്ത് പരിഹാരമാണ് ഉദ്ദേശിച്ചത്? എന്ത് പരിഹാരം? ഞാൻ ചുമ്മാ അവളൊന്ന് തണുപ്പിച്ച് വിട്ടതല്ലേ. ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഉമ്മ ചോദിച്ചു. അതുമ്മ, ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ. അവളെയോ? ആ ഊരും പേരും ഇല്ലാത്തവളെ? അതൊന്നും പറ്റില്ല. ആര് പറഞ്ഞു അവൾക്ക് ഊരും പേരും ഒന്നും ഇല്ലെന്ന്? എന്താ അവൾക്കൊരു കുഴപ്പം? ഞാൻ ചോദിച്ചു. എടാ, അവരിങ്ങനെ ഓരോ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് നടക്കുന്നവരാ. സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. നമ്മൾ അങ്ങനെയാണോ? അതിനിപ്പോൾ എന്താ? അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പെൺകുട്ടി നന്നായാൽ പോരെ ഉമ്മ. അതൊന്നും ശരിയാവില്ല. നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ എനിക്ക് നാണക്കേടാ. പിന്നെ ഉപ്പയൊന്നും ഒരിക്കലും സമ്മതിക്കില്ലടാ. ഓഫ്, അതൊക്കെ ഉമ്മ വിചാരിച്ചാൽ നടക്കും. ഉമ്മ പ്ലീസ് ഒന്ന് സമ്മതിക്കുമോ? എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. അതിനവരുടെ കയ്യിൽ അത്ര സ്ത്രീധനമൊന്നും ഉണ്ടാവില്ല. നിനക്ക് തരാൻ വേറെ വല്ല കുടുംബത്തിൽ നിന്നും ആവുമ്പോൾ നിനക്കൊരു 100 പവനെങ്കിലും കിട്ടും. വെറുതെ അത് കളയണോടാ. ഒന്ന് പോവുമ്മ, എപ്പോഴും സ്ത്രീധനം നോക്കിയിരുന്നോ? എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് അവളെ മാത്രം മതി. എടാ പെങ്കോന്താ, ഇപ്പം നിനക്ക് മനസ്സിലാകില്ല സ്ത്രീധനത്തിൻ്റെ ഗുണം. കുറച്ചു കാലം കഴിയട്ടെ, അപ്പോൾ അറിയാം. ഉമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ തന്നെ കെട്ടത്തുള്ളൂ. നീ ആരെ വേണേലും കെട്ടിക്കോ. സ്ത്രീധനമില്ലാതെ ഒരുത്തിയെയും ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല. സ്ത്രീധനല്ലേ ഉമ്മാൻ്റെ പ്രശ്നം? അതൊക്കെ അവർ തന്നോളും. അതൊന്നും ഉമ്മ അറിയണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
അങ്ങനെയാണെങ്കിൽ നോക്കാം, ഉമ്മ വാശിയോടെ പറഞ്ഞു. ഞാൻ വേഗം റൂമിലേക്ക് ഓടി. ഫോണെടുത്ത് അവളെ വിളിച്ചു. പക്ഷേ അവൾ കോൾ എടുത്തില്ല. കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു, പക്ഷെ അവൾ എടുത്തില്ല. കോളേജിൽ പോയിട്ടുണ്ടാവുമെന്നറിയാൻ ഞാൻ വീടിൻ്റെ പുറത്തു പോയി അവളുടെ വീട്ടിലേക്ക് നോക്കി. അവളുടെ ഉമ്മയും വേറേത് താത്തയും സംസാരിച്ചിരിക്കുന്നു. ഞാൻ പതിയെ വീട്ടിലേക്ക് തന്നെ പോന്നു. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഞാൻ നോക്കുമ്പോൾ അവൾ, എടാ നൈറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നായിരുന്നു ആ മെസ്സേജിൽ. അങ്ങനെ രാത്രി ആവോളം ഞാൻ അവളുടെ വിളിക്കായി കാത്തിരുന്നു. അങ്ങനെ ഒരു 12 മണിക്ക് അവളുടെ കോൾ വന്നു. എന്തു പറ്റിയടി, നിന്നെ ഉമ്മ അടിച്ചോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലടാ, പക്ഷേ കുറേ വഴക്ക് പറഞ്ഞു. അവൾ പതിയെ പറഞ്ഞു. നീ എന്താ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ലടാ, ഉമ്മ വിട്ടില്ല. എന്താ ഉമ്മ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. അത് പിന്നെ ഉമ്മ ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാ പറയാതിരിക്കുന്നേ. അല്ല, നിന്നെ ഉമ്മ അകത്തേക്ക് കൊണ്ടുപോയി എന്താ പറഞ്ഞേ? അത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വല്ലതും ചെയ്തോ എന്ന് ചോദിച്ചു. ഞാനാദ്യം പറഞ്ഞില്ല. പിന്നെ ഉമ്മ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. നീ ചെയ്തതൊക്കെ പറഞ്ഞോ? പിന്നെ പറയാതെ. അല്ലെന്ന് പറഞ്ഞാലും ഉമ്മ വിശ്വസിക്കില്ലടാ. എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു. നീ എന്നെ കെട്ടുമോ എന്ന് ചോദിച്ചു. ആണോ? അപ്പോൾ നീ എന്തു പറഞ്ഞു? അത് എനിക്കറിയില്ല, എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, അവൻ നിന്നെ കെട്ടുമെങ്കിൽ ഞാൻ ഉപ്പയോട് ഒന്നും പറയാൻ പോകില്ല, കെട്ടില്ലെങ്കിൽ ഉപ്പയോടും ബന്ധുക്കളോടും പറയുമെന്നും പറഞ്ഞു. അതെന്താടി നിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഉമ്മ എങ്ങനെ പറയണോടാ? നമ്മളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. അതിന് നമ്മൾ ആദ്യത്തെ പ്രാവശ്യമല്ലേടി ഇങ്ങനെ കൂടിയത്. അതിപ്പോൾ അത്രയും പ്രശ്നമായോ? അല്ല, അപ്പോൾ നീ എന്നെ കെട്ടില്ലേടാ? അവൾ ചോദിച്ചു. കെട്ടില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേ അതിനൊക്കെ അതിൻ്റെ സമയം വേണ്ടേ? പിന്നെ നിൻ്റെ ഉമ്മ വീട്ടിൽ വന്ന് എല്ലാം പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഉമ്മയും ആകെ കലിപ്പ. എന്താണ് നിൻ്റെ ഉമ്മയ്ക്ക് എന്താ പ്രശ്നം? അതൊന്നുമില്ല, ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അവളോട് ഉമ്മ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ സമയം അവൾ എന്നോട് പറഞ്ഞു. പിന്നെ എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്ത്രീധനമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട. ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലിയ കൂട്ടരാണെന്നും നിങ്ങൾ ചോദിക്കുന്നതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അവൾ എന്നോട് പറഞ്ഞു. അതിന് ആരാ ഇവിടെ സ്ത്രീധനമൊക്കെ ചോദിച്ചു നിന്നോട്? നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ നിൻ്റെ ഉമ്മയോട് പറഞ്ഞേക്ക്, എനിക്ക് നിന്നെ കെട്ടാൻ സ്ത്രീധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. ഞാനത് പറഞ്ഞതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ വീണ്ടും എല്ലാം മറന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ അവളോട് പറഞ്ഞില്ല. പറഞ്ഞാൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ വീട്ടിലേക്കൊന്ന് നോക്കി. അവളുടെ ഉമ്മ കുട്ടിയെയും കൊണ്ട് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു. എന്നെ കണ്ടതും ഒരു പ്രത്യേക ചിരി ചിരിച്ച് എന്നെ നോക്കി നിന്നു. താത്താക്ക് ഞാൻ സ്ത്രീധനമില്ലാതെ മോളെ കെട്ടുന്നതിൻ്റെ സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഫോൺ കോളും ഇടയ്ക്ക് കാണലുമായി ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ ഉമ്മയും എല്ലാവരും കൂടി ഒരു മരണ വീട്ടിൽ പോയിരുന്നു. ഞാൻ ചുമ്മാ ഫോണിലും തോണ്ടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇത്തയായിരുന്നു. ഉമ്മയുടെ സാധിക്കെ? ഇത്ത എന്നോട് ചോദിച്ചു. ഉമ്മ മരണ വീട്ടിൽ പോയ കാര്യം ഞാൻ ഇത്തയോട് പറഞ്ഞു. ആരാണ് മരിച്ചതെന്ന് ചോദിച്ച് മുറ്റത്ത് നിന്ന് ഇത്ത സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്തയെ പുറത്ത് നിർത്തുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് ഞാൻ ഇത്തയെ അകത്തേക്ക് ക്ഷണിച്ചു. എൻ്റെ ക്ഷണം സ്വീകരിച്ച്
ഇത്ത ഒട്ടും മടി കാണിക്കാതെ അകത്തേക്ക് വന്നു. അത് കണ്ടതും എൻ്റെ ഉള്ളൊന്ന് പിടച്ചു. ഞാനും ഇത്തയും മാത്രം. ഇത്തയാണെങ്കിൽ എല്ലാം തികഞ്ഞ് എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഭാവി അമ്മായിമാകാൻ പോകുന്ന ആളല്ലേ, കുറച്ച് ബഹുമാനമാകാമെന്ന് കരുതി ഞാൻ ഇരിക്കാൻ നിർബന്ധിച്ചു. വേണ്ടടാ, ഞാനിവിടെ നിന്നോളാം എന്നും പറഞ്ഞ് ഇത്ത എന്നോട് ചോദിച്ചു. എടാ, നീ വല്ലതും കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഇത്ര നേരമായിട്ടും നീ കഴിച്ചില്ലേ? വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. ഏയ് വേണ്ടിത്ത, ഉമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. ഞാൻ വിശപ്പിലാനിട്ടാ കഴിക്കാനത്. ഇത്രയും നേരമായിട്ടും നിനക്ക് വിശപ്പ് വന്നില്ലേ എന്നും പറഞ്ഞ് ഇത്ത എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, അവളെല്ലാം നിന്നോട് പറഞ്ഞു കാണുമല്ലോ, ഞങ്ങളുടെ കയ്യിൽ തരാൻ ഒന്നുമില്ല. മോനെന്ന് അവളോടൊന്നും വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം സമ്മതിച്ചത്. പക്ഷേ ഇന്നലെ നിൻ്റെ ഉമ്മയോട് ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോൾ ഉമ്മയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി മോൻ്റെ ഉമ്മാക്ക് സ്ത്രീധനം വേണമെന്ന്. ഒന്നെങ്കിൽ നീ ഇതിൽ നിന്നും പിന്മാറണം. എനിക്കവളെ എൻ്റെ കുടുംബത്തിലെ ഒരു ചെക്കനുമായി കല്യാണം ഉറപ്പിച്ച് വെക്കാനാ. അല്ലിത്ത, എനിക്കവളെ വേണം. എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട, സത്യം. ഞാൻ പറ്റിക്കില്ല, ഞാൻ പറഞ്ഞു. നിൻ്റെ ആവശ്യം കഴിഞ്ഞ് നീ അവളെ അങ്ങ് കളയും. നിങ്ങളുടെ കറക്കും സംസാരവും നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. നീ അവളുടെ ഭാവി വെച്ച് കളിക്കരുത്. നിൻ്റെ ഉമ്മ പുറത്തു പോകുന്നത് കണ്ടിട്ട് തന്നെയാണ് ഇത് പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്ത പേടിക്കണ്ട, ഉമ്മ എന്തും പറഞ്ഞോട്ടെ, ഞാനല്ലേ അവളെ കിട്ടുന്നത്. എനിക്കൊന്നും വേണ്ട. എനിക്ക് പിന്നെ പേടിയില്ലാതിരിക്കോ മോനെ? ഞാൻ അവളുടെ ഉമ്മയല്ലേ. ഞാനിത് ഒരു കുട്ടിയോട് പോലും പറഞ്ഞിട്ടില്ല. നീയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് നിൻ്റെ കാര്യം സഹിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? ഇത്ത ദേഷ്യത്തോടെ ചോദിച്ചു. ഇത്തയുടെ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായില്ല. ഞാൻ തല താഴ്ത്തി നിന്നു. മോനെ, ഞാൻ ദേഷ്യപ്പെട്ടതല്ല, ഞാൻ എൻ്റെ പേടി കൊണ്ട് പറഞ്ഞു പോയതാ. അതും പറഞ്ഞ് ഇത്ത എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, അതുപോലെ തന്നെ മിണ്ടാതെ നിന്നു. ഇത് കണ്ട ഇത്ത പറഞ്ഞു, നീ അവളെ കെട്ടുകയാണെങ്കിൽ നിൻ്റെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാകും, ഒരമ്മായിയമ്മ എന്നതിലും അപ്പുറമായിട്ട്. ഇത് കേട്ട ഞാൻ ഇത്തയെ ഒന്ന് തലപൊക്കി നോക്കി. അപ്പോൾ ഇത്ത പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ഞാൻ. എനിക്ക് എല്ലാം അറിയാം, ഒന്നും അറിയാത്തതൊന്നുമല്ല എനിക്ക്. നീ എന്നെ നോക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. നോക്കുമ്പോഴെല്ലാം നിൻ്റെ കണ്ണിലെ ആ ആഗ്രഹമെല്ലാം ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തയുടെ സംസാരം കേട്ട് ഞാനാകെ പകച്ചു നിന്നു. വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് ഇത്ത പറഞ്ഞു, ഞങ്ങൾ പാവങ്ങളാണ്. സ്വർണവും പണവും ഒന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. നീ എൻ്റെ മോളെ കെട്ടിയാൽ നിനക്ക് ഒന്നല്ല ഭാര്യ, രണ്ടാണ് എന്നും പറഞ്ഞ് ഇത്ത എൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. പെട്ടെന്നാണ് പുറത്തുനിന്ന് ആരോ വരുന്ന സൗണ്ട് ഞാൻ കേട്ടത്. ഞാൻ വേഗം ഇത്തയെ തള്ളി മാറ്റി ജനലടുത്തേക്ക് പോയി നോക്കി. സെബീറത്തെ ഉണ്ടോ ഇവിടെ? ഇത്തയുടെ വീടിൻ്റെ ബാക്കിലുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു അത്. ഇല്ല. എന്താ പ്രശ്നം? ഞാൻ അവളോട് ചോദിച്ചു. ഇത്ത എവിടെ പോയെന്ന് അറിയില്ല. ഇത്തയുടെ കുട്ടി റൂമിൽ കിടന്ന് കരയുന്നുണ്ട്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, മേലെ കടയിൽ വല്ലതും പോയിട്ടുണ്ടാവും, നീ ഒന്ന് പോയി നോക്കെന്ന്. അവൾ അതും കേട്ട് കടയിലേക്ക് പോയി. ഇത് കേട്ട ഇത്ത, അയ്യോ, ഞാൻ അവനെ ഉറക്കിക്കിടത്തി വന്നതായിരുന്നല്ലോ, അപ്പോഴേക്കും എഴുന്നേറ്റോ? അതും പറഞ്ഞ് ഇത്ത വീട്ടിലേക്ക് ഓടി. ഛേ, കുട്ടിക്ക് വരാൻ കൊണ്ടൊരു സമയം. ഒന്ന് ഒത്തു വരികയായിരുന്നു, എല്ലാം നശിപ്പിച്ചു. ഞാൻ അവിടെ നിന്നും പ്രാഗി. അങ്ങനെ ഞാൻ സോഫയിലിരുന്ന് അവളെ കെട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചു കൂട്ടി. പണവും സ്വർണവും അത് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാകും. പക്ഷേ ഇതുപോലൊരവസരം എനിക്ക് ജന്മത്തിൽ കിട്ടില്ല. ഇരുന്നാലോചിച്ച് എൻ്റെ മനസ്സമാധാനമെല്ലാം പോയി. പെട്ടെന്നായിരുന്നു അവളുടെ കോൾ വന്നത്. ഹലോ, പറയടി. എന്താടാ, ഒരു മിസ് കോൾ പോലും ഇല്ലല്ലോ, എവിടെയായിരുന്നു? അത് പിന്നെ ഞാനിവിടെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താടാ, എന്നെ ഒഴിവാക്കാനാണോ? ഒന്ന് പോടി. അതൊന്നും അല്ല. നീ ക്ലാസ്സിലാണോ? അല്ലടാ, ഇൻ്റർവെല്ലാണ്.
എന്താ ആലോചിച്ചത് അത് പറ. എടി, ഈ മൂത്ത ചക്കക്കാണോ കൂടുതൽ രുചി അതോ ഇളയ ചക്കക്കോ? ഏ, അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? നീ ഇപ്പോൾ ചക്ക കഴിക്കാണോ? അവൾ ചോദിച്ചു. അല്ലടി, ഇളയ ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല രുചിയും നല്ല ഇളയ ചക്കക്കുരു ഒക്കെയാ. അപ്പോൾ മൂത്ത ചക്ക ഒന്ന് കിട്ടിയിട്ടുണ്ട്, കഴിക്കാൻ ഒരു മടി. ഏ, അതിന് നിനക്ക് എവിടെന്നാ ഇപ്പോൾ ചക്ക? നിൻ്റെ വീട്ടിൽ പ്ലാവുണ്ടോ? ആ, അതൊക്കെ കിട്ടി. നീ പറ, ഏതിനാ ടേസ്റ്റ്? ആ, എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ മുഴുവനും കഴിച്ചോ, അല്ലാതെ ഞാനെന്ത് പറയാനാ. ആ, അത് കൊള്ളാം. അത് നല്ല ഐഡിയ ആണല്ലോ. ആ, നീ അവിടെ നിന്ന് കഴിച്ചോ. ഞാൻ പോവാണ്, ടൈമായി. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ചക്കയിൽ മുഴിച്ചിരിക്കണ്ട, ഇടയ്ക്ക് ഫോണൊന്നെടുത്ത് നോക്കണം. അതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്ത് പോയി. ഞാൻ ആഗ്രഹിച്ച ഉത്തരം തന്നെയായിരുന്നു അവളിൽ നിന്നും എനിക്ക് കിട്ടിയത്. പെട്ടെന്നായിരുന്നു മരണവീട്ടിൽ പോയ ഉമ്മയുടെ വരവ്. ഞാൻ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്ത്രീധനം നിർബന്ധമാണോ എന്ന്. എടാ മോനെ, നിനക്ക് അതിൻ്റെ വില അറിയില്ല. ഞാൻ നിൻ്റെ ഉമ്മയാ, നിൻ്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നീ എന്താന്ന് വെച്ചാൽ ചെയ്, എനിക്കൊരു കുഴപ്പമില്ല. അവസാനം വല്ല വീടോ കടയോ വെക്കുമ്പോൾ പൈസ ഇല്ലെന്ന് എന്നോട് പറയരുത്, പിന്നെ എന്നോട് ചോദിച്ചും വരരുത്. ഉമ്മാക്ക് ഈ 100 പവൻ തന്നെ വേണോ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. ആടാ, നീ ആ പെണ്ണിൻ്റെ പുറകെ പൊക്കോ, അവസാനം നിനക്ക് മനസ്സിലാവും 100 പവൻ വേണോ 200 പവൻ വേണോ എന്ന്. ഉമ്മ അതും ദേഷ്യത്തോടെ പറഞ്ഞ് അകത്തേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി ഞാൻ ഉറക്കമില്ലാതെ ആലോചിച്ചു കൂട്ടി. അവസാനം എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. അവൾ എന്തായാലും ലോക്കായി. ഇനി എത്തേ കൂടി ലോക്കാക്കിയാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല. എന്ത് വിറ്റിട്ടാണെങ്കിലും അവർ തന്നോളും. അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ കാര്യം സാധിക്കാൻ നോക്കി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് സിറ്റൗട്ടിൽ പോയിരുന്നു. അവൾ കോളേജിലേക്ക് പോകുന്നത് കണ്ട ഉടനെ ഞാൻ ഉമ്മ കാണാതെ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് നടന്നു. അവളുടെ വീട്ടിലെത്തിയതും അവളുടെ കോൾ വന്നു. ഞാനാകെ ഭയന്നു. കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. എന്നെ കണ്ട ഇത്ത എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. കയ്യിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഇത്ത ചോദിച്ചു, ആരാ വിളിക്കുന്നത്, എന്താ കോൾ എടുക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ മകളാണെന്ന്. അവളോ? അവൾ ഇപ്പോഴല്ലേ അങ്ങോട്ട് ഇറങ്ങിയത്, അപ്പോഴേക്കും നിന്നെ വിളിച്ചോ? അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ കോൾ എടുത്തില്ലായിരുന്നു, അത് എന്താണെന്നറിയാൻ വിളിക്കായിരിക്കും. അതെന്ത് പറ്റി, നിനക്കവളെ മടുത്തോടാ? ഏയ് ഇല്ലെത്ത, ഞാൻ ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. എന്താടാ നിനക്ക് ഇത്രയും മാത്രം ആലോചിക്കാനുള്ളത്? അത് പിന്നെ ഇത് ഇന്നലെ പറഞ്ഞില്ലേ, അതൊക്കെ ഓർത്തപ്പോൾ. ഓഹോ, അപ്പോൾ ഇന്നലെ രാത്രി ഫോണിലൂടെ ഉള്ളതൊന്നും നടന്നില്ല അല്ലേ? ഇത്ത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ ഞാൻ തല താഴ്ത്തി നിന്നു. അവൾ അപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. ഡാ, നീ ആ കോളെടുത്ത് അവളോട് സംസാരിക്ക്, ഞാൻ ഇവനെ ഒന്ന് കിടത്തിയിട്ട് വരാം. അതും പറഞ്ഞ് ഇത്ത കുട്ടിയെ കിടത്താൻ റൂമിലേക്ക് പോയി. ഞാൻ വീട്ടിലേക്ക് കയറി കോളെടുത്തു. എന്താടാ നീ കോളെടുക്കാത്തെ? അവൾ ദേഷ്യം പിടിച്ച് ചോദിച്ചു. എടി, ഞാൻ ഉറങ്ങുക, എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. അത് എനിക്കറിയാം, എന്താ നീ ഇന്നലെ കോളെടുക്കാനേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. എടി, ഭയങ്കര തലവേദനയായിരുന്നു, ഞാൻ നേരത്തെ ഉറങ്ങി. ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ, നീ ഇൻ്റർവെല്ലിന് വിളിക്ക്. ഞാൻ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. വിളിച്ചു കഴിഞ്ഞോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ച് ഇത്ത കുട്ടിയെ മുറക്കി കിടത്തി എൻ്റെ അടുത്തേക്ക് വന്നു. എന്താടാ എൻ്റെ മോള് പറഞ്ഞത്? ഇത്ത ചോദിച്ചു. അത് അവളിന്നലെ വിളിക്കാത്തതിന് വഴക്കിട്ടിരിക്കുക, ഞാൻ പറഞ്ഞു. ഓ, ഒരു ദിവസം ഒന്നും കിട്ടാതായപ്പോഴേക്കും അവൾ വഴക്കിട്ടോ? ആ, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അല്ലേ മോള്. ഇത്ത പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ അവിടെ നിന്നും ചിരിച്ചു. നീ അധികം ചിരിക്കണ്ട, നീ എന്തിനാ ഒരുങ്ങി വന്നേക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിന് നീ ഓക്കെ ആണെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്.
ഞാൻ ഇത്തയുടെ കണ്ണിലേക്ക് നോക്കി. ഇത്ത വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് ഇത്തയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് ഉദ്ദേശങ്ങൾ എല്ലാം മറന്ന് ഞങ്ങളറിഞ്ഞ് വിളയാടി. മനസ്സിൽ ഒതുക്കി വെച്ച എൻ്റെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു. രണ്ടുപേരുടെ മനസ്സിലുള്ള ഉദ്ദേശം വേറെയായിരുന്നെങ്കിലും കാര്യപരിപാടിക്ക് അതൊട്ടും ബാധിച്ചില്ല. കോളേജിലെ ഇൻ്റർവെൽ സമയമായതുകൊണ്ട് തന്നെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ഞാനതൊന്നും നോക്കാതെ കിട്ടിയ അവസരം നന്നായി ആഘോഷിച്ചു. അങ്ങനെ പിന്നീടുള്ള നാളുകളിൽ ഞങ്ങളിതെല്ലാം പതിവാക്കി. ബാംഗ്ലൂരിലുള്ള അമ്മാവൻ്റെ കടയിൽ കുറച്ചു കാലം പോയി നിൽക്കേണ്ടി വന്നു. അതിനിടയിലും ലീവ് കണ്ടെത്തി ഞാനെല്ലാം വന്ന് ആഘോഷിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അബുദാബിയിലേക്ക് വരേണ്ടി വന്നത്. ഇനി എന്താകുമെന്ന് എനിക്കറിയില്ല. അവളറിയാതെ അവളുടെ ഉമ്മയെയും സ്വന്തമാക്കി. ഉമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ അവളെയും സ്വന്തമാക്കി. ശ്രീധനം ഇപ്പോഴും എൻ്റെ മുന്നിൽ ഒരു വിലങ്ങ് തടിയായി നിൽക്കുകയാണ്. ഇനി എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് നടന്നാലും ഞാൻ ഇനി ഒരവസരത്തിൽ അതിവിടെ പറയാം. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.